ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വിശുദ്ധ ബൈബിളിലെ നാബോത്തിനെ നീചന്മാരായ രണ്ടാളുകളെ കൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലിച്ച ഈസബലിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. ആഹാബ് രാജാവിൻ്റെ അരമനയ്ക്കടുത്ത് നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. നാബോത്ത് തൻ്റെ മുന്തിരിത്തോട്ടത്തെ വളരെ സ്നേഹിച്ച് വെള്ളവും വളവും നൽകി പരിപാലിച്ച് വളർത്തി. അങ്ങനെയിരിക്കെ ആഹാബ് രാജാവ് നാബോത്തിനോട്, അല്ലയോ നാബോത്തെ, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരേണം. അതിനു പകരമായി അതിനേക്കാൾ വിശേഷമേറിയ മുന്തിരിത്തോട്ടമോ അതിൻ്റെ വിലയായി പണമോ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഇത് കേട്ട നാബോത്ത് ആഹാബിനോട്, എൻ്റെ പിതാക്കന്മാരുടെ അവകാശമായ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുവാൻ ഞാൻ നിനക്ക് തരില്ലെന്ന് നാബോത്ത് ആഹാബിനോട് പറഞ്ഞു. നാബോത്തിൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ ആഹാബ് രാജാവ് വളരെ നീരസത്തോടും മനോവ്യസനത്തോടും കൂടെ ഭക്ഷണം കഴിക്കാതെ അരമനയിൽ ചെന്ന് കട്ടിലിന്മേൽ മുഖം തിരിച്ച് കിടന്നു. അപ്പോൾ രാജാവിൻ്റെ ഭാര്യ ഇസബൽ തൻ്റെ ഭർത്താവായ രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ വ്യസനിച്ചിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചതിന്, ഞാൻ ആ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം നമുക്ക് ചീരത്തോട്ടമാക്കുന്നതിന് വേണ്ടി വിലയ്ക്കോ അല്ലെങ്കിൽ പകരം വേറെ മുന്തിരിത്തോട്ടമോ നിനക്ക് തരാമെന്ന് പറഞ്ഞ് നാബോത്തിനോട് ചോദിച്ചിട്ട് അവൻ തരാതിരുന്നതിനാലത്രേ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇസബൽ രാജാവിനോട്, ഇത് നിസ്സാര കാര്യമല്ലേ, നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്ക, നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞ് അവൾ രാജാവിന് വാക്കുകൊടുത്തു. പിന്നെ അവൾ ഒരു എഴുത്ത് എഴുതി രാജാവിൻ്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ടു. ഈ എഴുത്ത് നാബോത്തിൻ്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. ആ കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു: നിങ്ങളൊരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിനെ ജനത്തിൻ്റെ ഇടയിൽ ഒരു പ്രധാന സ്ഥലം കൊടുത്ത് ഇരുത്തുവിൻ. എന്നിട്ട് നീചന്മാരായ രണ്ടാളുകളെ നാബോത്തിനെതിരെ നിർത്തിയിട്ട് അവരോട് ഇവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു പറഞ്ഞു എന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയണം. പിന്നെ നിങ്ങൾ നാബോത്തിനെ പുറത്തു കൊണ്ടുചെന്ന് കല്ലെറിഞ്ഞ് കൊല്ലേണം. ഇസബേൽ പറഞ്ഞതുപോലെ തന്നെ നീചന്മാരായ ഈ രണ്ടാളുകൾ നാബോത്തിനെ പുറത്തു കൊണ്ടുചെന്ന് കല്ലെറിഞ്ഞ് കൊന്നു. നാബോത്ത് കല്ലേറുകൊണ്ട് മരിച്ചെന്ന് ഇസബേൽ കേട്ടപ്പോൾ അവൾ പോയി രാജാവിനോട്, നാബോത്ത് കല്ലേറുകൊണ്ട് മരിച്ചുപോയി, ഇനി നീ പോയി നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം നീ കൈവശമാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആഹാബ് രാജാവ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുന്നതിന് വേണ്ടി പോയി. ദൈവഭക്തനായ നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊന്ന സ്ഥലത്ത് വെച്ച് നായ്ക്കൾ നാബോത്തിൻ്റെ രക്തം നക്കി. ഇങ്ങനെ രണ്ട് നീചന്മാരെ കൊണ്ട് നാബോത്തിനെ കൊല്ലിച്ച ഇസബേലിനെ ഇസ്രായേലിൻ്റെ മതിലരികെ വെച്ച് നായ്ക്കൾ തിന്നുകളഞ്ഞു.